കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം CJPയും കേന്ദ്ര സർക്കാരും തമ്മിൽ ഇന്നലെ നടന്ന ചർച്ചയിലും ഈ നിലപാടിൽ നിന്ന് CJP പിന്നോട്ട് പോയിട്ടില്ല. ഇന്ന് നിർണായകമായ ചർച്ച വൈകിട്ട് 3:30-ക്ക് കേന്ദ്രമന്ത്രിമാരും CJP പ്രതിനിധികളുമായിട്ട് നടക്കും. അവിടെയും ഈ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും CJP എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രാജിവെച്ചുകൊണ്ടുള്ള ഒരു വഴങ്ങുന്ന നിലപാടിലേക്ക് സർക്കാർ പോകുമോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. ഒപ്പം ഒരുപാട് സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊക്കെ ജന്തർ മന്ദർ കേന്ദ്രീകരിച്ചും ഡൽഹിയിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു ദിവസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. ബാലു, വളരെ പ്രധാനപ്പെട്ടത് ആദ്യം നമുക്ക് ഈ ചർച്ചയിലേക്ക് തന്നെ പോകാം. ഇന്നലെ നടന്ന ചർച്ച കണ്ടാണ് ഏകദേശം അരമണിക്കൂറിലേറെ നീണ്ടുന്ന ചർച്ച. അതിനുശേഷം ഒരുമിച്ച് ഈ അവരുടെ ആവശ്യങ്ങൾ എഴുതിയ പേപ്പർ അല്ലെങ്കിൽ എഴുതി ഒപ്പിട്ട പേപ്പർ പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു. പിന്നീട് സമരക്കാരിലേക്ക് എത്തുന്നു പ്രതിനിധികൾ. അവർ തങ്ങളുടെ 3 ആവശ്യങ്ങളിൽ 2 ആവശ്യങ്ങളോട് സർക്കാർ അനുകൂല സമീപനം എടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ രാജി എന്നതാണ് ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു വലിയ മതിൽ. അതെങ്ങനെയാണ് പരിഹരിക്കപ്പെടാനുള്ള സാധ്യത? ഇന്ന് ഉച്ചവരെ സമയം ചോദിച്ചതിലൂടെ സർക്കാർ എന്താണ് ലക്ഷ്യം കാണുന്നത്? ഇന്നത്തെ ചർച്ചയിൽ മറ്റാരെങ്കിലും പങ്കെടുക്കാൻ ഇടയുണ്ടോ? എന്താണ് വിവരം? ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം തുടരുകയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഈ സമരത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. രാവിലെ തന്നെ വലിയ ആൾക്കൂട്ടമാണ് ഈ സമരത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇത് പ്രതിഷേധിക്കുന്നവരുടെ എണ്ണം ഇന്നും നാളെയും ഈ വളരെ കൂടുവാനാണ് സാധ്യത എന്നാണ് ഈ CJP പ്രവർത്തകരും അതുപോലെ തന്നെ ഡൽഹി പോലീസുമൊക്കെ കരുതുന്നത്. കാരണം അവധി ദിവസങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ പേർ ഇവിടെ എത്തിച്ചേർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനിടയിലാണ് ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ചർച്ച ഡൽഹിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അത് വൈകിട്ട് 3:30-നാണ് CJP പ്രതിനിധികളും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും തമ്മിലുള്ള കൂടിക്കാഴ്ച ഡൽഹിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ അതിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ ഈ ചർച്ച ഏതാണ്ട് നടക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന ഒരു നിലപാടിലാണ് CJP എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നൊരു പക്ഷേ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സമരം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. ഈ രാജ്യവ്യാപകമായി സമരമാക്കുമെന്ന് വ്യാപിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ CJP വ്യക്തമാക്കിയിരുന്നു. അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വീണ്ടും ഒരു പാർലമെൻറ്റ് മാർച്ചിനെ സംബന്ധിച്ചുള്ള തീരുമാനം അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് മാർച്ചിനുള്ള ശ്രമം CJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനവും ഇന്നത്തെ ഈ യോഗത്തിന് ശേഷം ഉണ്ടാകാനാണ് സാധ്യത. അതായത് ചർച്ച പൊളിയുകയാണെങ്കിൽ വീണ്ടും പാർലമെൻറ്റ് മാർച്ചിനുള്ള ഒരു ആഹ്വാനം CJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ സമരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പേരാണിപ്പോൾ ഈ സമരവേദിയിലേക്ക് നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ നിരയാണ് നമുക്കിവിടെ പല മേഖലകളിലുമൊക്കെയായി കാണാൻ വേണ്ടി കഴിയുന്നത്. വിവിധ സംഘടനകളുടെ ഭാഗമായി ഇവിടെ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.